ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് രുക്മിണി ദേവിയുടെ പുത്രൻ നഷ്ടപ്പെട്ട ആ ഭാഗമാണ്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രണ്ട് വിവാഹങ്ങൾ, ജാമ്പവതിയെയും സത്യഭാമയെയും ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ആ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് എല്ലാവരും അവസാനം വരെ കേൾക്കണം. കാരണം ഭഗവാന്റെ ജീവിതത്തിലെ വളരെ പ്രത്യേകതയുള്ള രണ്ട് മുഹൂർത്തങ്ങളാണ്. ആ മുഹൂർത്തങ്ങളിലൂടെ ഭഗവാന്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഭാഗ്യമാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ രുക്മിണി ദേവി ഭഗവാന്റെ വാക്കുകളാൽ അല്പം ആശ്വസിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. കാരണം ഭഗവാൻ നിരന്തരം രുക്മിണി ദേവിയോട് പറയുന്നുണ്ട്, അപ്രത്യക്ഷനായ പുത്രൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ഭഗവാൻ എപ്പോഴും രുക്മിണിയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ വാക്കുകളിൽ വിശ്വസിച്ച് രുക്മിണി അങ്ങനെ കാലം കഴിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ മറ്റു ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. എന്താണ്? പ്രമുഖനായ ഒരു യാദവ യോദ്ധാവായ സാത്യകിയുടെ പിതാവാണ് ശിനി. യാദവ പ്രമുഖനാണ് സാത്യകി. ആ സാത്യകിയുടെ പിതാവാണ് ആര്? ശിനി. ആ ശിനിയുടെ സഹോദരനാണ് മിത്രൻ. മിത്രന്റെ പുത്രനായ നിഗ്നൻ. നിഗ്നന്റെ പുത്രനാണ് സത്രാജിത്ത്. ഈ സത്രാജിത്തും ഒരു പ്രമുഖ യാദവ പ്രമാണിയായിരുന്നു. യാദവരിൽ വൃഷ്ണി വംശജനായിരുന്നു ആര്? സത്രാജിത്ത്. അമിതമായ ധനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യാദവൻ, സത്രാജിത്ത് എന്ന യാദവൻ, ആദിത്യ ഹൃദയ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് സൂര്യഭഗവാനെ തപസ്സു ചെയ്തു. അങ്ങനെ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്യമന്തകം എന്ന ഒരു മണി സത്രാജിത്തിന് ദാനം ചെയ്യുകയാണ്. ഈ മണിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ മണിയെ ഭക്തിപൂർവം ദിവസവും പൂജിച്ചാൽ എല്ലാ ദിവസവും ഈ മണി 8 ഭാരം സ്വർണം വീതം നൽകും. ഇതാണ് ഇതിൻ്റെ സവിശേഷത. ഈ സവിശേഷതയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് സൂര്യഭഗവാൻ എങ്ങനെ ഈ മണിയെ പൂജിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സൂര്യഭഗവാൻ അപ്രത്യക്ഷനായി. ഈ മണിയെ പറ്റിയിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അറിഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ മണിയുടെ കാര്യം ആരും അറിയുന്നു? കൃഷ്ണനും അറിയുന്നു. അങ്ങനെ കൃഷ്ണൻ ഒരു ദിവസം സത്രാജിത്തിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് വരുത്തുകയാണ്. എന്നിട്ട് ഈ മണിയെ പറ്റി ചോദിക്കുന്നു. അല്ലയോ യാദവ ശ്രേഷ്ഠ, സൂര്യദേവൻ അങ്ങേക്ക് സ്യമന്തകം എന്ന ഒരു രത്നമണി ദാനം ചെയ്തിരിക്കുന്നു എന്ന് കേട്ടിട്ട് ആ മണിയുടെ മഹാത്മ്യങ്ങളെ കുറിച്ച് അറിയുന്നതിനു വേണ്ടി ഞാനിപ്പോൾ അങ്ങേ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണ്. എല്ലാ ദിവസവും ആ മണി ഇങ്ങനെ രത്നം നൽകുന്നത് കൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് ഈ മണി രാജഭണ്ഡാരത്തിലേക്ക് ദാനം ചെയ്യാമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാകും. അതിന് പ്രതിഫലമായി അങ്ങേക്ക് എത്ര ധനം വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. അങ്ങേക്ക് ധനമാണല്ലോ പ്രധാനം എന്ന് കൃഷ്ണൻ സത്രാജിത്തിനോട് ചോദിക്കുന്നു. പക്ഷേ സത്രാജിത്ത് യാതൊരു മറുപടിയും പറഞ്ഞില്ല. മണി നൽകാൻ ഇഷ്ടമില്ലാത്ത മട്ടിൽ അയാള് അവിടെ നിന്നും മാറിക്കളയുകയും ചെയ്തു. കൃഷ്ണൻ പിന്നീട് അതിനെപ്പറ്റി ചോദിച്ചതുമില്ല. കൃഷ്ണന് യാതൊരു ദേഷ്യവും സത്രാജിത്തിനോട് തോന്നിയതുമില്ല.
അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തില് ഈ സത്രാജിത്തിന്റെ അനുജന്റെ പേര് പ്രസേനൻ. ഈ പ്രസേനൻ വന്നിട്ട് സത്രാജിത്തിനോട് ഈ മണി ചോദിക്കുന്നു. അനുജൻ ചോദിച്ചതുകൊണ്ട് അത്ര താല്പര്യം ഇല്ലാതിരുന്നിട്ടും അനുജനായതുകൊണ്ട് സത്രാജിത്ത് ആ മണി പ്രസേനന് തൽക്കാലത്തേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ മണിയും കഴുത്തിൽ കെട്ടിക്കൊണ്ട് ഒരു കുതിരപ്പുറത്ത് കയറി ഈ പ്രസേനൻ നായാട്ടിനായി കാട്ടിലേക്ക് പോകുന്നു. ഈ മണിക്ക് നല്ല ശോഭയാണ്, നല്ല പ്രകാശമാണ്. ഈ പ്രകാശം കണ്ടിട്ട് ഒരു സിംഹം ഗർജിച്ചുകൊണ്ട് ഈ പ്രസേനന്റെ അടുക്കലേക്ക് പാഞ്ഞു വരികയാണ്. എന്നിട്ട് ഈ സിംഹം പ്രസേനനെയും പ്രസേനൻ സഞ്ചരിച്ച കുതിരയെയും കടിച്ചു കൊല്ലുന്നു. കൊന്നിട്ട് ഈ മണിയും കടിച്ചു തൂക്കിയെടുത്തുകൊണ്ട് വനത്തിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ ആ വനത്തിലൂടെ അങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സിംഹത്തിന് ഒരു അപകടം സംഭവിക്കുന്നു. എന്താണ് ആ അപകടം? ആ കാട്ടിലെ ഒരു ഗുഹയിലായിരുന്നു വാനര ശ്രേഷ്ഠനായ ജാംബവാൻ ആ കാലത്ത് താമസിച്ചു കൊണ്ടിരുന്നത്. ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക ചടങ്ങുകൾ ഒക്കെ കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനുമായി യാത്ര പറഞ്ഞ് പിരിഞ്ഞതിനു ശേഷം ഒരു ഗന്ധർവ സ്ത്രീയെ ഈ ജാംബവാൻ വിവാഹം കഴിക്കുന്നു. ഈ ഗന്ധർവ സ്ത്രീയിൽ ഈ ജാംബവാന് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ആ 2 കുഞ്ഞുങ്ങളോടും കൂടി ഈ ജാംബവാൻ ഈ കാട്ടിലെ ഒരു ഗുഹയിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ഗന്ധർവ സ്ത്രീ ജാംബവാനെ വിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ അച്ഛനും ഈ 2 കുട്ടികളുമായിട്ടാണ് താമസിക്കുന്നത്. ആ സമയത്താണ് ഒരു മണിയും കടിച്ചു പിടിച്ചുകൊണ്ട് കാട്ടിലൂടെ ഓടുന്ന ആ സിംഹത്തിനെ ആര് കാണുന്നത്? ജാംബവാൻ കാണുന്നത്. ജാംബവാൻ എന്ത് ചെയ്തു? ഒരൊറ്റ അടി ആ സിംഹത്തിന് കൊടുക്കുന്നു. എന്നിട്ട് ഈ മണിയും കരസ്ഥമാക്കി ഗുഹയിലേക്ക് പോയിട്ട് തൻ്റെ ഇളയ മകനായ സുകുമാരനെ വിളിച്ചിട്ട് ഈ സുകുമാരന് ഇത് കളിക്കുവാനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ പ്രസേനൻ മരിക്കുന്നു. പ്രസേനന്റെ കുതിര ചാവുന്നു, സിംഹവും ചാവുന്നു, എല്ലാവരും ചത്തു. ഇപ്പോൾ മണി ആരുടെ കയ്യിലാണ്? ജാംബവാന്റെ ഇളയപുത്രന്റെ പേരെന്താണ്? സുകുമാരൻ. സുകുമാരന് കളിക്കുവാനായി ജാംബവാൻ കൊടുത്തു. ഇപ്പോൾ അത് സുകുമാരന്റെ കളിപ്പാട്ടമാണ്. പ്രസേനൻ മണിയുമായിട്ട് നായാട്ടിന് പോയിട്ട് മടങ്ങി വരുന്നതേയില്ല. സത്രാജിത്ത് അന്വേഷിച്ചു പോകുന്നു. അന്വേഷിച്ചു പോയിട്ട് എല്ലായിടത്തും തപ്പി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മരിച്ചു കിടക്കുന്ന പ്രസേനനെ ആര് കാണുന്നു? സത്രാജിത്ത് കാണുന്നു. പ്രസേനൻ മരിച്ചു കിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് കുതിര ചത്തു കിടക്കുന്നുണ്ട്. പക്ഷേ കഴുത്തിൽ കിടന്നിരുന്ന മണി അതുമാത്രം കാണുന്നില്ല. അതോടുകൂടി മണി മോഷണം പോയിരിക്കുന്നു, മണി അപഹരിക്കുന്നതിന് വേണ്ടി ആരോ പ്രസേനനെ കൊന്നിരിക്കുന്നു എന്ന് സത്രാജിത്ത് ധരിക്കുകയും തിരിച്ചു വന്ന് കണ്ട ആളുകളോടെല്ലാം കൃഷ്ണനാണ് മണിക്ക് വേണ്ടി പ്രസേനനെ കൊന്നത് എന്ന് പറയുകയും ചെയ്തു. കാരണം ഈ മണി ഒരിക്കൽ കൃഷ്ണൻ ചോദിച്ചതാണ്, കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ സത്രാജിത്ത് വിചാരിക്കുകയാണ് കൃഷ്ണൻ കൊന്നിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ചെറുപ്പകാലം മുതൽക്കേ കട്ടും മോഷ്ടിച്ചും നടക്കുന്നവൻ എത്ര വലുതായാലും ആ സ്വഭാവം മറക്കുകയില്ല. ബാല്യകാലത്തു ശീലിച്ച തൊഴിൽ വാർദ്ധക്യം വന്നാലും മറക്കുകയില്ല. കാഞ്ഞിരംകുരു
എത്ര കാലം പാലിൽ കിടന്നാലും അതിൻ്റെ കയ്പ് മാറുമോ? ഇങ്ങനെയൊക്കെ ഈ സത്രാജിത്ത് കൃഷ്ണനെ പറ്റി പറയുന്നു. ആ കൃഷ്ണൻ ഒരിക്കൽ എന്നോട് ആ മണി ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ആ വൈരാഗ്യത്തിന് മണിയും കെട്ടിക്കൊണ്ട് പോയ പാവം എൻ്റെ അനുജൻ പ്രസേനനെ അടിച്ചു കൊന്ന് അവൻ മണി കൈക്കലാക്കി. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് ആ ചങ്ങാതി ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. വേലി തന്നെ വിളവു തിന്നാൻ തുടങ്ങിയാൽ പിന്നെ എന്താണ് സ്ഥിതി? രക്ഷിക്കുന്നവൻ ഭക്ഷിച്ചു തുടങ്ങിയാൽ ആ നാട്ടിൽ പിന്നെ എങ്ങനെ താമസിക്കുവാൻ സാധിക്കും? ഇങ്ങനെ അതിക്രമം നടക്കുന്ന ഈ രാജ്യത്ത് ഇനി ജീവിച്ചിട്ടു കാര്യമില്ല. ഇങ്ങനെയൊക്കെ സത്രാജിത്ത് പലരോടും ആക്ഷേപമായി പറയുന്നു. അതോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു നാണക്കേട് ഉണ്ടാവുകയാണ്. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ അപവാദം നാടു മുഴുവനും പരക്കുന്നു. കൃഷ്ണന്റെ ചെവിയിലും ഈ വാർത്തകളൊക്കെ എത്തുന്നു. തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന ഈ അപഖ്യാതിയിൽ നിന്നും ഒരു മോചനം നേടണം എന്ന് കൃഷ്ണൻ തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ച് ഭടന്മാരോടുകൂടി കൃഷ്ണൻ എവിടേക്ക് പോകുന്നു? ഇതിന്റെ സത്യം അറിയണം എന്ന ചിന്തയിൽ കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അഘോരമായ വനത്തിന്റെ ഉള്ളിൽ പ്രസേനനും കുതിരയും ചത്തുകിടക്കുന്നത് കൃഷ്ണൻ കാണുന്നു. അതിന്റെ അടുത്ത് ഒരു സിംഹത്തിന്റെ കാൽപ്പാട് ആര് കാണുന്നു? കൃഷ്ണൻ കാണുന്നു. അങ്ങനെ ആ സിംഹത്തിന്റെ കാൽപ്പാട് നോക്കി നോക്കി മുമ്പോട്ട് കുറേ ദൂരം ചെന്നപ്പോൾ ആ സിംഹം അവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കൃഷ്ണൻ കാണുന്നു. അതിൻ്റെ സമീപത്ത് ഒരു വലിയ പാദത്തിന്റെ മുദ്ര, അത് ഒരു വലിയ കുരങ്ങന്റെ കാലടിപ്പാടുകളാണ് എന്ന് കൃഷ്ണന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതോടുകൂടി ഈ സിംഹത്തിനെ ഒരു കുരങ്ങൻ വധിച്ചിരിക്കുന്നു എന്ന് കൃഷ്ണന് ബോധ്യപ്പെടുകയും ആ കാൽപ്പാടുകൾ ലക്ഷ്യമാക്കി കുറെ കൂടി മുമ്പോട്ട് നടന്നപ്പോൾ ഒരു ഗുഹ കാണുന്നു. അങ്ങനെ ആ കുരങ്ങൻ ഈ ഗുഹയ്ക്കകത്ത് ഉണ്ട് എന്ന ചിന്തയിൽ തൻ്റെ കൂടെ വന്ന ഭടജനങ്ങളെ എല്ലാം പുറത്തു നിർത്തിയിട്ട് ഒറ്റയ്ക്ക് കൃഷ്ണൻ ആ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ കൃഷ്ണൻ ആ ഗുഹയുടെ ഉള്ളിൽ കടന്നപ്പോൾ കൃഷ്ണന് കാണാൻ സാധിക്കുന്നത് ഒരു ബാലൻ ആ മണിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കളിക്കുന്നു. ഈ കുഞ്ഞു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഒരു കറുത്ത മനുഷ്യൻ തൻ്റെ അടുക്കലേക്ക് നടന്നു വരുന്നു. അത് കണ്ടതും ആ കുഞ്ഞ് പേടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഇത് ആര് കേൾക്കുന്നു? അച്ഛനായ ജാമ്പവാൻ കേൾക്കുന്നു. ജാമ്പവാന് നല്ല പ്രായമായി, കണ്ണിനൊക്കെ കാഴ്ച തീരെ കുറവാണ്. മിക്കപ്പോഴും കണ്ണ് അടച്ചാണ് ഇരിക്കുന്നത്. പുത്രന്റെ ഇത്തരത്തിലുള്ള കരച്ചിൽ കേട്ടപ്പോൾ ജാമ്പവാൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കുഞ്ഞിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു നിഴൽ പോലെ ഒരു രൂപത്തെ ജാമ്പവാനും കാണുന്നു. ഉടൻ തന്നെ ജാമ്പവാൻ തൻ്റെ കൈ ചുരുട്ടി ഭഗവാനെ ആഞ്ഞ് അടിക്കുന്നു. ഭഗവാൻ അത് തടുക്കുന്നു. എന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഒരു ഇടി കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും വിശ്രമമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടിയുദ്ധം തുടരുന്നു. ശ്രീരാമചന്ദ്ര, സീതാപദേ, രാമചന്ദ്ര, നിനക്കു വേണ്ടി ലങ്ക വരെ ചിറകട്ടാൻ മുന്നിൽ നിന്ന ഈ ജാമ്പവാനെ ഒരു മനുഷ്യൻ കീഴ്പ്പെടുത്തുകയാണോ? രാമചന്ദ്ര, രഘുവംശ തിലകമേ, എനിക്കല്ലാതെ മറ്റാർക്കും നിന്നെ ജയിക്കുവാൻ സാധ്യമല്ല എന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്നല്ലോ.
ആ വാക്ക് തെറ്റിപ്പോവുകയാണോ എന്നൊക്കെ ഈ ജാമ്പവാൻ പറയുന്നുണ്ട്, യുദ്ധത്തിന്റെ ഇടയിൽ പറയുന്നുണ്ട്. എന്നിട്ട് രാമനാമം ജപിക്കുന്നുമുണ്ട്. കാരണം മുന്നിൽ നിൽക്കുന്ന ആള് ശക്തനാണ്, ഒരുപക്ഷെ താൻ തോറ്റുപോയേക്കാം എന്നുള്ള ചിന്ത പലപ്പോഴും ഈ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ജാമ്പവാന് ഉണ്ടായത് കൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്. കാരണം ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, നിന്നെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഇനി അഥവാ നിന്നെ ആരെങ്കിലും തോൽപ്പിച്ചാൽ അത് എനിക്ക് മാത്രമായിരിക്കും, എനിക്ക് മാത്രമേ നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ, മറ്റാർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് രാമൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് തെറ്റുകയാണോ എന്നൊക്കെ പലപ്പോഴും ജാമ്പവാന് ആ യുദ്ധത്തിന്റെ ഇടയിൽ തോന്നുന്നുമുണ്ട്. എന്നിട്ട് ഈ ജാമ്പവാൻ തുരുതുരെ ഭഗവാന്റെ മാറിൽ ഇടിക്കുന്നുമുണ്ട്. ഓരോ ഇടിയും ഭക്തന്റെ പുഷ്പാർച്ചന പോലെ ഭഗവാൻ ആനന്ദപൂർവം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു മുഷ്ടിയുദ്ധം 28 ദിവസം രാവും പകലും നീണ്ടു നിന്നു. എത്ര ദിവസം? 28 ദിവസം. ആ സമയം കൊണ്ട് ജാമ്പവാന് ക്ഷീണം വന്നു. അദ്ദേഹം ദേഹം തളർന്ന് ബോധം കെട്ട് നിലത്ത് വീഴുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജാമ്പവാന് ബോധം വരികയും അദ്ദേഹം ഉണർന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം വീണ്ടും ഓർക്കുകയാണ്. എന്താണ് ഓർക്കുന്നത്? ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ അല്ലാതെ മറ്റാരും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല എന്ന് എൻ്റെ പിതാവായ ബ്രഹ്മദേവനും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല രാമചന്ദ്രസ്വാമിയും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അപ്പോൾ ജാമ്പവാന് തോന്നുന്നു തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നാരായണനാണ്, എൻ്റെ ശ്രീരാമദേവനാണ് എന്ന ചിന്ത ജാമ്പവാൻ ഉണ്ടാകുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ വൃദ്ധനായ കുരങ്ങൻ തൻ്റെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്നു നോക്കുന്നു. ഹരേ കൃഷ്ണ. ജടാമകുടം ചൂടി കോദണ്ഡധാരിയായി അതാ ശ്രീരാമചന്ദ്രൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് പോലെ ആ ഭക്തോത്തമന് തോന്നുകയാണ്. ഹരേ കൃഷ്ണ. സീതാപദേ, രാമചന്ദ്ര, എത്ര നാളായി നിന്തിരുവടിയെ ഒന്ന് കാണുവാൻ അടിയൻ ആഗ്രഹിക്കുന്നു എന്ന് ഗദ്ഗദനായി പുലമ്പിക്കൊണ്ട് എഴുന്നേക്കുവാൻ ഭാവിച്ചപ്പോൾ കൃപാനിധിയായ കൃഷ്ണൻ ജാമ്പവാനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ ആപാദചൂടം, അദ്ദേഹത്തിന്റെ ശരീരം ആപാദചൂടം തടവിക്കൊണ്ട് ആലിംഗനം ചെയ്യുന്നു. എന്നിട്ട് ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്യുകയാണ്. ഭക്തോത്തമ, ഞാൻ അങ്ങയുടെ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ത്രേതായുഗത്തിലെ രഘുരാമനും ദ്വാപരയുഗത്തിലെ വസുദേവ കൃഷ്ണനും ഒരാൾ തന്നെയാണ്. പട്ടാഭിഷേക സമയത്ത് താൻ ദ്വാപരയുഗത്തിൽ അവതരിക്കുന്നതാണ് എന്ന് രാമൻ അങ്ങയോട് പറഞ്ഞിട്ടുള്ളത് അങ്ങ് ഓർമ്മിക്കുന്നില്ലേ എന്ന് കൃഷ്ണൻ ജാമ്പവാനോട് ചോദിക്കുന്നു. ഭഗവാനെ, കാരുണ്യ സിന്ധോ, ഭക്തവത്സല, ആളറിയാതെ അടിയൻ നിന്തിരുവടിയുടെ തിരുമയിൽ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തു. അതോർക്കുമ്പോൾ അയ്യോ ഭഗവാനെ, അടിയന് മാപ്പ് നൽകണമേ എന്ന് പറഞ്ഞ് ജാമ്പവാൻ കരയുകയാണ്. അല്ലയോ വാനരശ്രേഷ്ഠ, ഭക്തനായ അങ്ങിടിച്ച ഓരോ ഇടിയും ഓരോ പുഷ്പാർച്ചന മാത്രമായിരുന്നു എനിക്ക്. അതുമൂലം എനിക്ക് ഒരു വേദനയും ഉണ്ടായില്ല, ആനന്ദ പുളകമാണ് ഉണ്ടായത് എന്ന് കൃഷ്ണൻ ജാമ്പവാനോട് അരുളി ചെയ്യുന്നു. എന്നിട്ട് ആ വൃദ്ധ ശരീരം തടവി ആശ്വസിപ്പിക്കുന്നു.
എന്നിട്ട് ശാന്തനായി കൃഷ്ണൻ ജാംബവാനോട് പറയുകയാണ്, അല്ലയോ ബ്രഹ്മപുത്ര, ഞാൻ ഇവിടെ വന്നത് പ്രധാനമായും അങ്ങേക്ക് ദർശനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു യാദവനായ സത്രാജിത്തിന്റെ സ്യമന്തകം എന്ന മണിയാണ് ആ ദർശനത്തിന് ഇപ്പോൾ കാരണമായി തീർന്നിരിക്കുന്നത്. അങ്ങയുടെ കുമാരന്റെ കയ്യിലിരിക്കുന്നത് ആ മണിയാണ്. അത് ഞാൻ അപഹരിച്ചു എന്ന ഒരു അപവാദം ആ യാദവൻ നാടു മുഴുവൻ പറഞ്ഞ് പരത്തിയപ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞ് ആ മണി കണ്ടുപിടിച്ച് അവന് നൽകേണ്ടത് എൻ്റെ ചുമതലയായി തീർന്നു. അതിനു വേണ്ടിയും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് കൃഷ്ണൻ ജാംബവാനോട് പറയുന്നു. ഉടൻ തന്നെ ജാംബവാൻ ബാലന്റെ കയ്യിൽ നിന്നും ആ മണി വാങ്ങുകയും അതിനുശേഷം ആ മണിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് അല്പ സമയത്തിനുള്ളിൽ തന്നെ ഒരു കയ്യിൽ സുന്ദരിയായ ഒരു കന്യകയെയും മറ്റേ കയ്യിൽ സ്യമന്തക രത്നവുമായി ജാംബവാൻ ഭഗവാന്റെ മുമ്പിലേക്ക് വരുന്നു. എന്നിട്ട് ഭഗവാനോട് ഉണർത്തിക്കുകയാണ്, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ, കൃഷ്ണ, ഈ 2 രത്നങ്ങളും അങ്ങേക്ക് ഉള്ളതാണ്. അവിടുന്ന് സ്വീകരിക്കണം. ഇവൾ എൻ്റെ പുത്രിയായ ജാംബവതിയാണ്. അങ്ങയുടെ പത്നിയാകുവാൻ വേണ്ടി ഇവൾ ഇവിടെ തപസ്സനുഷ്ഠിച്ച് കഴിയുവാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അടിയൻ അവിടുത്തോട് ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തമായി അടിയന്റെ മകളെ ഇതാ അടിയൻ അങ്ങേക്ക് ദാനം ചെയ്യുന്നു. അവിടുന്ന് സ്വീകരിക്കണമെന്ന് ജാംബവാൻ പറയുന്നു. കൃഷ്ണൻ ജാംബവാനെ സമാധാനപ്പെടുത്തുന്നു. അങ്ങ് വിഷമിക്കണ്ട, അങ്ങയുടെ പുത്രി ജാംബവതി എൻ്റെ പത്നിയാകുവാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവളാണ്. അവളെ സ്വീകരിക്കുവാൻ ഈ ഒരു സന്ദർഭം ഉണ്ടായി എന്നു മാത്രം എന്ന് കൃഷ്ണൻ മറുപടി പറയുകയും ചെയ്യുന്നു. ജാംബവാൻ വീണ്ടും തൊഴുതുകൊണ്ട് ഉണർത്തിക്കുകയാണ്, കൃഷ്ണ, വാസുദേവ, വിഷ്ണു ഭഗവാന്റെ 10 അവതാരവും കാണാതെ അടിയന്റെ ഈ ലോക ജീവിതം അവസാനിക്കുകയില്ല എന്ന് അടിയന് വരമുണ്ട്. 9 അവതാരങ്ങളും അടിയൻ കണ്ടു കഴിഞ്ഞു. അവതാരങ്ങളിൽ ശ്രേഷ്ഠമായത് കൃഷ്ണ അവതാരമാണ്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിന് അടിയന്റെ പുത്രിയെയും ഇപ്പോൾ ഇതാ അടിയൻ ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പരം മഹാഭാഗ്യം, എന്തു മഹാഭാഗ്യമാണ് അടിയന് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞ് ജാംബവാൻ വീണ്ടും വീണ്ടും കൃഷ്ണനെ നമസ്കരിക്കുന്നു. സായുജ്യമടയുവാൻ വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകി ജാംബവാനെ സന്തോഷിപ്പിച്ചതിനു ശേഷം അംബുജാക്ഷൻ ജാംബവതിയെയും സ്യമന്തക രത്നത്തെയും സ്വീകരിച്ചുകൊണ്ട് ഗുഹയുടെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ തൻ്റെ കൂടെ വന്ന ഭടജനങ്ങളെ ഒന്നും അവിടെ കണ്ടില്ല. അവരെല്ലാം തിരിച്ച് ദ്വാരകയിലേക്ക് ആ സമയം കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. കാരണം 28 ദിവസം കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം കൃഷ്ണൻ ഗരുഡനെ സ്മരിക്കുന്നു. ഗരുഡൻ ഉടൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ഗരുഡന്റെ പുറത്തു കയറി കൃഷ്ണനും ജാംബവതിയും ദ്വാരകയിൽ എത്തിച്ചേരുന്നു. കൃഷ്ണന്റെ കൂടെ പോയ ആ ഭടന്മാര് 12 ദിവസം ഗുഹയുടെ പുറത്ത് കാത്തുനിന്നിരുന്നു. 28 ദിവസം ഗുഹയ്ക്കുള്ളിൽ യുദ്ധം നടന്നു. 12 ദിവസം കാത്തുനിന്നിട്ട് കൃഷ്ണനെ കാണാതായപ്പോൾ കൃഷ്ണൻ മരിച്ചുപോയി എന്ന് ചിന്തിച്ചുകൊണ്ട് വലിയ വിഷമത്തോടു കൂടി അവര് തിരിച്ച് ദ്വാരകയിലേക്ക് എത്തി കൃഷ്ണൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നോർത്ത് വിഷമിച്ചുകൊണ്ടിരുന്ന ആ അവസരത്തിലാണ്, എല്ലാവരും വിഷമിച്ചുകൊണ്ടിരുന്ന ആ അവസരത്തിലാണ് കൃഷ്ണൻ
ജാമ്പവതിയോടൊപ്പം സ്യമന്തക മണിയുമായി ദ്വാരകയിലേക്ക് എത്തിച്ചേരുന്നത്. അതോടുകൂടി എല്ലാവർക്കും വലിയ സന്തോഷവും സമാധാനവുമായി. അതിനുശേഷം കൃഷ്ണൻ എന്താണ് ചെയ്തത്? ഭോജന്മാരും അന്ധകന്മാരും വൃഷ്ണികളും ഉൾപ്പെട്ട സമൂഹമാണ് യാദവ സമൂഹം. ആ സമൂഹത്തിലുള്ള എല്ലാ പ്രമാണികളെയും, പ്രത്യേകിച്ച് സത്രാജിത്തിനെയും കൃഷ്ണൻ വിളിച്ചു വരുത്തുന്നു. ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവൻ, ബലരാമൻ മുതലായ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരു സഭ കൃഷ്ണൻ വിളിച്ചു കൂട്ടുന്നു. ആ സഭാമധ്യത്തിൽ വെച്ച് കൃഷ്ണൻ സ്യമന്തകം നഷ്ടപ്പെട്ട കഥയും വീണ്ടെടുത്ത കഥയുമെല്ലാം വിസ്തരിച്ചു തന്നെ എല്ലാവരോടും പറയുന്നു. അങ്ങനെ എല്ലാവർക്കും സത്യം ബോധ്യപ്പെടുകയും എല്ലാവരും ഇപ്പോൾ സത്രാജിത്തിനെ പഴിക്കുകയും ചെയ്തു. അങ്ങനെയാണല്ലോ, സത്യമറിയാതെ പലപ്പോഴും നമ്മൾ പലരെയും കുറ്റപ്പെടുത്തും, പിന്നീട് സത്യം അറിയുമ്പോൾ തിരിച്ചു കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ ആ സഭാമധ്യത്തിൽ നിന്നും ആ യാദവ നേതാവിനെ കൃഷ്ണൻ അടുത്ത് വിളിച്ചു നിർത്തി സ്യമന്തകമണി സത്രാജിത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സത്രാജിത്ത് തിരിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നു. താൻ പ്രചരിപ്പിച്ച തെറ്റായ വാർത്തയെ പറ്റി ഓർത്ത് സത്രാജിത്തിന് വലിയ വിഷമമാണ് ഉണ്ടായത്. അങ്ങനെ ആ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ ഗൃഹത്തിലേക്ക് എത്തുന്നത്. താൻ കൃഷ്ണനോട് ചെയ്തു പോയ അപരാധത്തിന് എന്തു പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സുരുകി അദ്ദേഹം ഒരുപാട് ദിവസം ആലോചിച്ചു. അങ്ങനെ മനസ്സിനു തീരെ സമാധാനം കിട്ടുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ തൻ്റെ ഏകപുത്രിയും സുന്ദരിയുമായ സത്യഭാമയെ കൃഷ്ണന് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും സത്യഭാമയോടൊപ്പം സ്യമന്തകം കൂടി കൃഷ്ണന് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്യാം എന്ന് സത്രാജിത്ത് തീരുമാനിക്കുകയും ചെയ്തു. പല രാജാക്കന്മാരും നാടുവാഴികളും പ്രഭുക്കളും സത്യഭാമയെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നിട്ടുണ്ട്. ആർക്കും പക്ഷേ സത്രാജിത്ത് അവളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചതുമില്ല. ഒടുവിൽ ശതധന്വാവ് എന്ന ഒരു നേതാവിന് സത്യഭാമയെ വേളി കഴിച്ചു കൊടുക്കാമെന്ന് അയാളോട് സത്രാജിത്ത് വാക്കും പറഞ്ഞിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം ഏതാണ്ട് ഉറച്ച മട്ടിൽ ഇരിക്കുന്ന സമയമായിരുന്നു അത്. ആ വാക്ക് ലംഘിച്ച് കൃഷ്ണനു തന്നെ മകളെ കൊടുക്കണമെന്ന് സത്രാജിത്ത് തീരുമാനിക്കുന്നു. അതനുസരിച്ചിട്ട് തൻ്റെ പുത്രിയോടും സ്യമന്തക മണിയോടും കൂടി സത്രാജിത്ത് ദ്വാരകയിൽ എത്തിച്ചേരുന്നു. ഒരു നിറഞ്ഞ സദസ്സിൽ വെച്ച് മകളെയും മണിയെയും കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ തിരുമുൽ കാഴ്ചയായി സത്രാജിത്ത് സമർപ്പിക്കുന്നു. കൃഷ്ണന് വലിയ സന്തോഷമായി. സന്തോഷത്തോടുകൂടി കൃഷ്ണൻ സത്യഭാമയെ തൻ്റെ പത്നിയായി സ്വീകരിക്കുന്നു. പക്ഷേ സ്യമന്തകം അദ്ദേഹം സ്വീകരിച്ചില്ല. സ്യമന്തകം സന്തോഷത്തോടു കൂടി തന്നെ സത്രാജിത്തിന് കൃഷ്ണൻ തിരിച്ചു നൽകുകയും ചെയ്തു. അങ്ങയുടെ പുത്രി എൻ്റെ പത്നിയായ സ്ഥിതിക്ക് നാം ഇനിമേലാൽ മിത്രങ്ങളാണ്. യാതൊരു വിരോധമോ പരിഭവമോ എനിക്ക് അങ്ങയോടില്ല. സന്തോഷത്തോടു കൂടി അങ്ങ് മണിയും കൊണ്ട് സ്വന്തം ഗൃഹത്തിൽ പോയി സുഖമായി ജീവിച്ചു കൊള്ളുക. മകളെ കാണാൻ എപ്പോഴാണോ അങ്ങേക്ക് ആഗ്രഹം തോന്നുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് മകളെ കണ്ടുകൊള്ളുക എന്ന് കൃഷ്ണൻ പറയുകയും ചെയ്തു. സത്രാജിത്തിനും വലിയ സന്തോഷമായി. അവര് തമ്മില് ലോഹ്യവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം
സത്രാജിത്ത് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ സത്യഭാമയുടെയും ജാമ്പവതിയുടെയും വിവാഹം ആഡംബരപൂർവം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ അങ്ങനെ ദ്വാരകയിൽ ആരംഭിക്കുകയാണ്. ഒരു ശുഭമുഹൂർത്തത്തിൽ അനവധി രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും ബന്ധുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കൃഷ്ണൻ ജാമ്പവതിയെയും സത്യഭാമയെയും വിധിപ്രകാരം വേളി കഴിക്കുന്നു. ജാമ്പവതി, സത്യഭാമ എന്നീ സുന്ദരികളെ തൻ്റെ പത്നിമാരായി സ്വീകരിക്കുക എന്നുള്ള ആ ഒരു രഹസ്യമായ ഉദ്ദേശമായിരുന്നു ഭഗവാനെ മുഖ്യമായും സ്യമന്തകമണിയുടെ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തത്. കാരണം അത് വിധി നിശ്ചയമാണ്. ആ സമയത്ത് കൃഷ്ണന് 27 വയസ്സ് പ്രായമായിരുന്നു. ഹരേ കൃഷ്ണ. 24 വയസ്സുള്ളപ്പോഴാണ് കൃഷ്ണൻ രുക്മിണീ ദേവിയെ വിവാഹം കഴിക്കുന്നത്. 27 വയസ്സുള്ളപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജാമ്പവതിയെയും സത്യഭാമയെയും വേളി കഴിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ ജീവിതത്തിൽ സംഭവിച്ചു. സത്രാജിത്തിന്റെ മരണം, വീണ്ടും സ്യമന്തകമണി മോഷണം പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം. എല്ലാവരും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇന്നത്തെ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 1-2 ആവർത്തി വീണ്ടും വീണ്ടും കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം. നാമം ജപിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.